മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥർ നിയമം ഉണ്ടാക്കുകയാണ്. എത്ര പറഞ്ഞാലും പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഇല്ല. സർക്കാരിനെയും വകുപ്പിനെയും കരിവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികൾ. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ റിപ്പോർട്ട്. വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ജനങ്ങളെ പൈസയിൽ നിന്ന് ശമ്പളം പറ്റി ആ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി സർക്കാരിനെയും കൂടെ ചേർത്ത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ചില ജീവനക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതെല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ ഉണ്ട്. സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കാരിനെ അവരിനി കുറ്റം പറയുള്ളൂ. സ്കൂട്ടർ യാത്രികരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കം അത് ഈ സ്കൂട്ടർ യാത്രികരും ബസ്സിലെ ഡ്രൈവറുമായി നടന്നു. അതിന്റെ പേരിലാണ് ഈ ബസ് നടുറോഡിൽ നിർത്തിയിട്ട് കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആ ബസ്സിൽ പെട്ടുപോയ യാത്രക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര നിസ്സാരമായിട്ടാണല്ലേ അവർ ആ ഒരു ബസ്സിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയത്, അതും അത്രയും തിരക്കുള്ള ഒരു ഹോട്ടലിൽ. ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം ഈ രീതിയിലാണ് പ്രതിഷേധിക്കേണ്ടത്. നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ പറയോ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബസ്സിൽ ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ ഇനി എന്തോ ആയിക്കൊണ്ട് പോട്ടെ, വഴിയിലോ ബസ്സിനകത്തോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കണ്ടക്ടറിനോ അതോ ഡ്രൈവർക്കോ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബസ് തോന്നുന്നതൊക്കെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ പറയും? ഒരിക്കലുമില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം സർക്കാരിനെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാം.